വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണത്തിൽ വെട്ടിലായി സർക്കാർ. പ്രതിപക്ഷം ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കാനാണ് LDFന്റെ നീക്കം. ഗണേഷ് കുമാർ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത്. വിനയ, ഇപ്പോൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ മന്ത്രിയെ കണ്ടു എന്നായിരുന്നു ഭാര്യയുടെ ഒരു പ്രതികരണം, ഒരു ആരോപണം തന്നെ. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. എന്തായാലും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇപ്പോൾ തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് തീരുമാനിക്കാനാണ് ഇപ്പോൾ LDF നീക്കം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസമാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താൻ ഗണേഷ് കുമാറിനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടു, അതിന്റെ ഫോട്ടോവും ദൃശ്യങ്ങളും അടക്കം പകർത്തി അതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട്, പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷേ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല എന്നായിരുന്നു ബിന്ദു മേനോൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഗണേഷ് കുമാറിനെതിരെയും പോലീസിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു ബിന്ദു മേനോൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം കെ.ബി. ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം, മന്ത്രിയുടെ കോലം കത്തിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഈ കോൺഗ്രസ് നേതാക്കളടക്കം തന്നെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയായിരുന്നു. സാധാരണയായി ഒരു ജനപ്രതിനിധിയുടെ ഭാര്യയ്ക്ക് പോലും പരിഗണന ലഭിക്കുന്നില്ല, പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട പരിഗണന ലഭിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഇത്തരത്തിൽ എന്ത് സുരക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക എന്നുള്ള ചോദ്യം അടക്കം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ വലിയ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഭാര്യ ഉന്നയിക്കുന്നത്. അത് വലിയ രീതിയിലാണ് LDF സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരത്തിലാണ് ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, തുടർ നടപടികൾ, ഗണേഷ് കുമാറിനെതിരെ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ കൂടുതൽ സംരക്ഷണം നൽകാതിരിക്കാൻ തന്നെയായിരിക്കും സർക്കാർ തീരുമാനിക്കുക. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇത് വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെതിരെ നടപടി എടുക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ ഗണേഷ് കുമാറിന് എത്തുമോ, ഈ മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുക്കുമോ എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലവിൽ ഇപ്പോഴും നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ ആരോപണങ്ങൾ അപ്പാടെ തള്ളുന്ന ഒരു നിലപാടായിരുന്നു ഗണേഷ് കുമാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, ആ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ്. തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത് സ്വാഭാവികമായിട്ടുള്ളതാണ്, ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഗണേഷ് കുമാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എത്രത്തോളം വാസ്തവമാണ്, അല്ലെങ്കിൽ ഭാര്യ ബിന്ദു മേനോൻ നൽകിയ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിലൊന്നും തന്നെ കേസെടുക്കാൻ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നും വ്യക്തമാക്കുന്നു. ഈ ഒരു സംഭവം നടന്ന പശ്ചാത്തലത്തിൽ തന്നെ പോലീസിനെ വിവരം അറിയിച്ചുവെന്ന് ബിന്ദു മേനോൻ പറയുന്നു. അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായില്ല, തന്റെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതിനെല്ലാം തന്നെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു വാക്കുകേട്ട് മാത്രം മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ കേസെടുക്കാൻ സാധിക്കുക? ബിന്ദു മേനോൻ നേരിട്ട് വന്ന് പരാതി നൽകുകയാണെങ്കിൽ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ അന്ന് പരാതി നൽകിയ സമയത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കെ.ബി. ഗണേഷ് കുമാറിനെതിരെയും പോലീസ് സേനയ്ക്കെതിരെയും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉടലെടുക്കുന്ന സാഹചര്യം, അത്
വീണ്ടും ഈ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം അത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇനി രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്നതിനടക്കമുള്ളൊരു തീരുമാനം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ CPI നേതാക്കളെല്ലാം ഗണേഷ് കുമാറിനോട് ഒരു അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയാകും. ഇനി എന്താണ് മുഖ്യമന്ത്രി പറയുക എന്നതെല്ലാമാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെതിരെ ഉയരുന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ ബിന്ദു മേനോൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ മകളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളോട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നൊരു ചോദ്യം കൂടി ഉടലെടുക്കുന്നുണ്ട്. ഇത് ചേരുന്ന മന്ത്രിസഭാ യോഗം ഏറ്റവും നിർണായകമായിട്ടുള്ളതായിരിക്കും. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധത്തിലേക്ക് നയിക്കുമോ എന്നതിലടക്കം ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ. ശരി, വ്യക്തമാണ്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണത്തിൽ ഇപ്പോൾ സർക്കാർ വലിയ ഒരു വെട്ടിലായിരിക്കുകയാണ്. പ്രതിപക്ഷം ഗണേഷ് കുമാറിനെതിരെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തുടർ നടപടികളൊക്കെ ആലോചിച്ച് തീരുമാനിക്കാനാണ് ഇപ്പോൾ LDFന്റെ നീക്കം. എന്തായാലും ഗണേഷ് കുമാർ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഇന്ന് ഗണേഷ് കുമാർ എത്തുമോ എന്നതിലും ഒരു ആശങ്കയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇപ്പോൾ സാധ്യത കൂടുതലായുമുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.